ടി ആർ ഹരിഹരൻ, സത്യസന്ധമായ ചോദ്യങ്ങൾ വരുമ്പോഴുള്ള അങ്ങയുടെ മറുപടി എന്താണ്? ഇത്തവണ അപകടം സംഭവിച്ചിരിക്കുന്നത് ലൈസൻസ് ഉള്ള വെടിക്കെട്ട് നിർമ്മാണ ഫാക്ടറിയുടെ പരിസരത്തല്ല, സത്യമാണോ? സ്ഫോടക വസ്തു നിയമപ്രകാരം അനുമതിയില്ലാത്ത കേന്ദ്രത്തിലാണ് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടന്നത് എന്നത് വ്യക്തമല്ലേ? ഒരു കാര്യം കൂടി സാർ, മിശ്രിതം തയ്യാറാക്കുന്ന സ്ഥലം, അത് ഉണക്കുന്ന സ്ഥലം തുടങ്ങി ഓരോ പ്ലാറ്റ്ഫോമും തമ്മിൽ നിശ്ചിതമായ അകലമുണ്ടാകണം. നിശ്ചിത എണ്ണം ആളുകൾ മാത്രമേ ഓരോ ഷെഡിലും ഉണ്ടാകാവൂ, അനുവദിക്കൂ. ഇതൊക്കെയാണ് പെസോ അടക്കമുള്ള അവർ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ. ഇതെല്ലാം പാലിച്ചതിനു ശേഷമുണ്ടായ ആകസ്മികമായ ദുരന്തമാണോ അവിടെ ഉണ്ടായത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ശരിക്കും നമ്മൾ പറയുക ഇതൊക്കെ കറക്റ്റാണ്, സാറ് പറഞ്ഞെല്ലാം കറക്റ്റാണ്. പക്ഷേ ഈ പെസോ ആയാലും ഇപ്പോൾ ജില്ലാ ഭരണകൂടമായാലും ഈ വെടിക്കെട്ടിന് ഒരു സാങ്ഷൻ കൊടുത്തു. അവിടെ ഇവർ ആരെങ്കിലും പോയി പരിശോധിച്ചിട്ടുണ്ടോ? ഈ വെടിക്കെട്ടിന് 2 ദിവസം മുമ്പ് പോയല്ല പരിശോധിക്കുക. ഇതിന് മുമ്പ് ഒരു 3 മാസം മുമ്പ് ഇവർ പോയി പരിശോധിക്കേണ്ടിയിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാം കഴിഞ്ഞ് അവിടെ അകലമില്ല, അതില്ല, ഇതിൽ പറഞ്ഞ് ശരിയല്ലല്ലോ. ഇത് ഇവർ ശരിക്കും ഇവരുടെ അധികാരമാണല്ലോ, ഇവർ അധികാരികളാണല്ലോ അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തു, തിരുവമ്പാടി ദേവസ്വം പാർമയ്ക്ക് കോൺട്രാക്റ്റ് കൊടുത്തു. പിന്നെ അതിൻ്റെ ബാക്കി വരുന്നത് ഇവരാണ് അന്വേഷിക്കേണ്ടത്. എല്ലാ അപകടങ്ങളും വന്നപ്പോൾ എല്ലാവരും ഞങ്ങളത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു, പെസോ ചെയ്യായിരുന്നു. അതിലർത്ഥമില്ലല്ലോ. ഇപ്പോൾ പെസോൻ്റെ റൂൾ പ്രകാരമാണ് തിരുവമ്പാടി ദേവസ്വം പാർമയ്ക്ക് തൃശ്ശൂർ ഡിസ്പ്ലേ നടത്തുന്നത്. അവരെന്താ വെച്ചാൽ വാട്ടർ ഹൈഡ്രൻറ്റ് വേണമെന്ന് പറഞ്ഞു, മാഗസിൻ വേണമെന്ന് പറഞ്ഞു, അതെല്ലാം പാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പണിക്കാരുടെ അവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ അത് ഇവരും പോയി നോക്കേണ്ടിയിരുന്നു. ഇങ്ങനത്തെ സ്ഥലത്ത് നടത്താൻ പറ്റില്ല, ലൈസൻസ് തരില്ല, ലൈസൻസ് കട്ട് ചെയ്യും പറയേണ്ടിയിരുന്നു. അപകടം കഴിഞ്ഞ ശേഷം അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു അതിൻ്റെ അർത്ഥമില്ലല്ലോ. ഞാനൊരു പൂരപ്രേമിയാണ്, വെടിക്കെട്ട് പ്രേമിയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ എന്താ കുഴപ്പം വെച്ചാൽ ഈ ആൾക്കാരൊന്നും നോക്കണ്ട, നമുക്ക് നോക്കാൻ പറ്റില്ല. ഇതിൻ്റെ അധികാരികളാണ് നോക്കേണ്ടത്, നമ്മളവിടെ പോയി നോക്കാൻ പറ്റില്ല. ഒരു വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്ത് നമുക്ക് പോകാൻ പേടിയാണ് ശരിക്കും പറയുമ്പോൾ. അപ്പോൾ ഈ ജില്ലാ ഭരണകൂടമായാലും പെസോ ആയാലും ഇതിൻ്റെ ഒക്കെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഇവർ ചെയ്തിട്ടുണ്ടോ നോക്കേണ്ടത് ശരിയല്ലേ? അതിനാണ് എൻ്റെ അഭിപ്രായം. അത് എന്താ ശരിയല്ല. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപകടം വന്ന ശേഷം ശരി ശ്രീ ടി ആർ ഹരിഹരൻ, ഇപ്പോൾ നിങ്ങൾ ഈ ഹൈഡ്രൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ മാനദണ്ഡങ്ങളെല്ലാം പിന്നീട് പാലിച്ചത് പുറ്റിങ്ങൽ ദുരന്തത്തിൻ്റെ അതേ വർഷം തന്നെ നിർബന്ധപൂർവ്വം നിങ്ങളിതെല്ലാം നടപ്പാക്കി. അന്നും ഈ കടുത്ത നിലപാടിൽ തന്നെ ആയിരുന്നല്ലോ. പുറ്റിങ്ങൽ ദുരന്തം നടന്നതിന് ശേഷം കടുത്ത നിലപാടിൽ തന്നെ ആയിരുന്നു തൃശ്ശൂരിലെ പൂരപ്രേമികൾ. നിങ്ങളെയൊക്കെ പൊതുവായിട്ട് അങ്ങനെയാണല്ലോ വിളിക്കേണ്ടത്. അപ്പോൾ ഇത് നിർബന്ധമായി നടപ്പാക്കണം എന്ന് തന്നെയാണ് കട്ടായം പറഞ്ഞു നിന്നത്. ചില വിട്ടുവീഴ്ചകൾ ആ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? അവിടെ മുഴുവൻ മനുഷ്യരാണ് മരിച്ചു വീണത്. 112 ജീവനാണ്, 650ഓളം പേർക്കാണ് പരിക്ക്, പലർക്കും അംഗഭംഗം വന്നു. പിന്നെ പുറ്റിങ്ങലിൽ ഈ വെടിക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ എന്താ 15 സാധാരണ തൊഴിലാളികൾ അല്ലേ, ഒരു നിവൃത്തിയുമില്ലാത്ത ആളുകൾ. സർക്കാർ ഒരു 14 ലക്ഷം കൊടുക്കുമ്പോൾ അത് തന്നെ വലിയ ആശ്വാസമാകുന്ന തുച്ഛമായ ജീവിതങ്ങൾ. അതെങ്ങനെയെങ്കിലും പോകട്ടെ എന്നതുകൊണ്ട് ഇത്തവണ വിട്ടുവീഴ്ചയൊന്നും ഉണ്ടാകില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. അല്ല, അങ്ങനെ നമ്മൾ പറയാം. ആദ്യമായിട്ട് മരിച്ച 15 പേർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളും ഉണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞേ, അവർ ജീവൻ പോയത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് തന്നെ പറയുള്ളൂ, അല്ലാണ്ട് നമ്മൾ വാശി പിടിക്കുന്നതല്ല. എന്താ വെച്ചാൽ എല്ലാ ഇപ്പം ഞാൻ പറയട്ടെ, എല്ലാ വെടിക്കെട്ടും കണ്ടു ഇത്ര കാലത്ത്. കുറേ സ്ഥലത്ത് ഇപ്പോൾ കാവശ്ശേരി കഴിഞ്ഞു, നെന്മാറ കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, അന്തിമാളങ്കാവ് കഴിഞ്ഞു. അവിടെയൊക്കെ ഇതേപോലെയാണ് വെടിക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ അപകടം വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ പോയി അവിടെ പറയും അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു. ഇപ്പോൾ കാവശ്ശേരിക്ക് വെടിക്കെട്ട് നമുക്ക് പേടിയാവും. 10 കൊല്ലം മുമ്പ് നടന്ന വെടിക്കെട്ട് പോലെ നടന്നിട്ടുള്ളത്. അവിടെയൊക്കെ അത്ര സ്ട്രോങ് സാധനങ്ങൾ പാടത്തിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളവിടെ അതിൻ്റെ പകുതിയില്ല. ഇവിടെയൊക്കെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും നിങ്ങൾ സംസാരിച്ചേനെ, അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് ഈ തൃശ്ശൂർ പൂരം വെടിക്കെട്ടാണ് ഏറ്റവും ലാസ്റ്റ് വെടിക്കെട്ട്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളായിരുന്നു. അപ്പോൾ നമ്മളെ വെച്ചാൽ ഈ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പം ഈ ഭരണകൂടത്തിനുണ്ട്, പെസോനുണ്ട്. പെസോ വർത്തമാനം മാത്രമേ ഉള്ളൂ. അല്ല സാർ, ഈ പറഞ്ഞ ശരി, വിമർശനത്തിൽ ഒരു ഭാഗം ശരിയാണ്. പെസോയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്, ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഈ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഈ പാറമേക്കാവിനും തിരുവമ്പാടിക്കുമോ അവർക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലേ? നിയമം വെല്ലുവിളിക്കുന്നതല്ലല്ലോ. എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞത്, പാറമേക്കാവ് തിരുവമ്പാടി കോൺട്രാക്ട് കൊടുത്തു. അപ്പോൾ അവരെന്താ വേണ്ട, ഈ വെടിക്കെട്ടുകാരന് ഈ കാശ് കൊടുത്ത് ഇത്ര എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം, നിങ്ങൾ ഇവിടെ നിന്ന് പൊട്ടിക്കണം. തിരുവമ്പാടി ദേവസ്വം കോൺട്രാക്ട്, ഇപ്പോൾ പന്തൽ പണിക്കാരൻ പന്തൽ പണിയുണ്ട്, അത് കോൺട്രാക്റ്റാണ്. അവിടെ ഒരാൾ വീണ് മരിച്ചത് തിരുവമ്പാടി ദേവസ്വം കുറ്റം, തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകൾ അവിടെ പോയല്ലോ. നമ്മളെല്ലാം കോൺട്രാക്ട് കൊടുക്കുകയാണ് ചെയ്യണം. ശ്രീ ഹരിഹരൻ, തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകൾ ഇവിടുത്തെ ഈ നിർമ്മാണ പുരോഗതി നോക്കാനായിട്ട് പോയല്ലോ. അത് പോയിരുന്നു, അതെല്ലാം കൊല്ലം പോകാറുണ്ട്. അപ്പൊ എവിടെയാണ് നടന്നത്?
സാറേ എവിടെയാണ് നടന്നത്? ഒരു പാടത്തിന്റെ നടുക്ക് വെറും ടാർപോളിനും വെച്ച് നിരത്തും ഈ പറയുന്ന ഈ അതെ ഒരു തറയും പാകാതെ ഇവരെല്ലാരും കൂടെ ചേർന്നിരുന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് കണ്ടില്ലേ? ഇത് ആദ്യമായിട്ടല്ല, 13ാമത്തെ കൊല്ലമാണത്. ഇതിനു മുമ്പ് ഇത് ആരും കണ്ടിട്ടില്ലേ? അപകടം അല്ല, 14 കൊല്ലമായി പെസോ കാണുന്നില്ല, ജില്ലാ ഭരണാധികാരികൾ കാണുന്നില്ല. പക്ഷേ ഈ പറയുന്ന ദേവസ്വത്തിന്റെ ആളുകൾ അവിടെ പോകുന്നുണ്ടല്ലോ, അവര് കാണുന്നുണ്ടല്ലോ. അവർക്ക് അത് അവർ നോക്കിയിട്ട് വരികയല്ലേ ചെയ്യണം. ദേവസ്വത്തിന്റെ ആൾക്കാർ പോയി നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താ വിചാരിക്കുക, ലൈസൻസ് കൊടുത്തിട്ട് ജില്ലാ ഭരണകൂടം പെസമാണ്. അപ്പോൾ ദേവസ്വം എന്താ നോക്കി വരണം എന്നുള്ളൂ. നമ്മളെന്ന് വെച്ചാൽ എങ്ങനെ പുരോഗതി എങ്ങനെയുണ്ട് തന്നെ നോക്കണ്ടു. അവിടെ പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ദേവസ്വത്തിന് പറയാൻ അധികാരമില്ല, അതിന്റെ അധികാരികൾ വേറെയാണ്. നമ്മൾ കോൺട്രാക്ട് കൊടുത്താൽ ഇനി ഒരു വാദത്തിന് അംഗീകരിച്ചാലും പാറമേക്കാവിന്റെ ജി രാജേഷ് പറഞ്ഞത് കേട്ടില്ലേ സാർ? ഈ ജില്ലാ ഭരണകൂടം പറയുന്നൊന്നും അന്തിമമല്ലല്ലോ, ഞങ്ങൾ കോടതിയിലേക്ക് പോകുമെന്ന്. ഇതിനു മുൻപും സംഭവിച്ചതാണ്. 2024 ഈ പൂരം കലങ്ങിയല്ലോ, ആ ഘട്ടത്തിൽ അങ്ങേക്കും ഓർമ്മയുണ്ടല്ലോ, ചെറിയ ഇളവുകൾ ഈ വേലയുടെ വെടിക്കെട്ടിന് ഹൈക്കോടതി നൽകുന്നു അല്ലേ? അതും പാറമേക്കാവിനാണ് കിട്ടിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ പൂരം അലങ്കോലമായതിനു ശേഷം പിന്നീട് ഇത് കോടതി കയറുന്നു. അപ്പോൾ കോടതി വീണ്ടും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? തിരക്ക് നിയന്ത്രിക്കണം, ചടങ്ങുകൾ മുടക്കമില്ലാതെ നടക്കണം, അതിന് സർക്കാർ ഏജൻസികൾ നടപടിയെടുക്കണം. ഇതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ എന്താണ്? ദേവസ്വങ്ങൾക്ക് മീതെ ആരും പറക്കില്ല എന്നതാണ് സ്ഥിതി. അപ്പൊ പിന്നെ പെസോയും കണ്ണടയ്ക്കും, ജില്ലാ ഭരണകൂടവും കണ്ണടയ്ക്കും, എന്തിന് സർക്കാർ വരെ കണ്ണടയ്ക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും ജനവികാരം എന്നതിന്റെ മറവിൽ അത്രയും വലിയ അഹങ്കാരമാണ് അവിടെ നടക്കുന്നത്. ജീവൻ പൊലിയുന്ന സമയത്താണ് അത് പറയുന്നത് കേട്ടോ. അല്ലാതെ ഇതിപ്പോ ഈ പറയുന്ന ഈ പാറമേക്കാവും തിരുവമ്പാടിയും കൂടെ മാധ്യമപ്രവർത്തകരുടെയോ മാധ്യമ സ്ഥാപനങ്ങളുടെയോ മെക്കിട്ട് കയറരുത്. ഏത് സന്ദർഭത്തിലാണ് പറയുന്നത് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ വിമർശനങ്ങളെ കാണാൻ. ശ്രീ ഹരിഹരൻ, അപ്പൊ കോടതിയിൽ ചെന്ന് ഈ പറയുന്ന ദേവസ്വങ്ങൾക്ക് മീതെ ആരും പറക്കില്ല എന്നുള്ള ഒരു മേൽക്കൈ ഉണ്ടല്ലോ, അതിന്റെ മുന്നിലാണ് ഈ ചട്ടങ്ങളും നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം പാലിക്കപ്പെടാതെ പോകുന്നത്. പാലിക്കപ്പെടാതെ പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പോകാൻ പാടില്ലല്ലോ. എന്താ വെച്ചാൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കപ്പെടേണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ കോടതി മാറ്റി കൊടുക്കണു? അത് ചെയ്യാൻ പാടില്ലല്ലോ. ഇപ്പം എല്ലാവരും ആരിടപെട്ടാലും വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യണം, ഇടപെടരുത്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് ഓപ്പണായിട്ട് പറയണം. എന്തുകൊണ്ട് മാറ്റുന്നു? ഇപ്പോൾ 15 പേര് വെച്ചാൽ അവരുടെ കുടുംബത്തിന് പോയി. പക്ഷെ അതല്ലല്ലോ, അതായത് നമ്മുടെ ഫ്രണ്ട്സാണ്, ഇനിയും ആൾക്കാർ സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവരൊക്കെ ജീവന് വില വെച്ചിട്ടല്ലേ നമ്മൾ കളിക്കുന്നത്. നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ജീവൻ പോകാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ. നമ്മൾ അത്ര സങ്കടത്തോടു കൂടി ഇരിക്കണം. വെച്ചാൽ നമ്മൾ അത്ര സുഹൃത്തുക്കളാണ് പോയിട്ടുള്ളതൊക്കെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ജീവൻ വെച്ച് നമ്മൾ കളിക്കില്ല, ഒരു നിയമം പറയില്ല, ഒന്നും പറയില്ല. ശരി, നിങ്ങളൊക്കെ പ്രത്യേകിച്ച് തൃശ്ശൂരുകാർ എന്തായാലും മുടങ്ങാതെ വായിക്കുന്ന പത്രമാണല്ലോ മാതൃഭൂമി അല്ലേ? ഇപ്പം ഇന്ന് മാതൃഭൂമി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിലൊരു കാര്യം പറയുന്നുണ്ട്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മാഗസിനിൽ 2000 കിലോ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ വെടിക്കെട്ടിൻ്റെയും തലേ ദിവസം മാത്രമേ സാമഗ്രികൾ എത്തിക്കാൻ ജില്ലാ ഭരണകൂടം അനുവാദം നൽകൂ. മാഗസിൻ കമ്മിറ്റി രൂപവൽക്കരിച്ച് അതത് ദേവസ്വം സെക്രട്ടറിമാർക്കാണ് ലൈസൻസ് നൽകുക. പിന്നെ അതിൻ്റെ സാങ്കേതികത്വമൊക്കെ പറയുന്നു. എന്നിട്ട് ഈ പറയുന്ന മാഗസിനുകൾ സൂക്ഷിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് എല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വരിക, ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വരിക എന്ന സാഹചര്യം ഒഴിവാക്കാം. ഘട്ടം ഘട്ടമായി ഇത് നിർമ്മിക്കുന്നു, അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാഗസിനിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാക്കിക്കൂടെ? അപ്പം പറയുന്നൊരു മറുവാദം എന്ന് പറയുന്നത് അത് നഗരമധ്യത്തിൽ ഇതെല്ലാം കൂടെ സൂക്ഷിച്ചാൽ എന്തെങ്കിലും അപാകത, എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ട്, അപ്പം ജനങ്ങളെ മുഴുവൻ അത് ബാധിക്കും. അപ്പോൾ തൊഴിലാളികൾ ഒരു ഭാഗത്ത് ഈ പറയുന്ന വെന്തൊടുങ്ങിക്കോട്ടെ എന്നോ? അതല്ല, ഏറ്റവും സേഫസ്റ്റ് മാഗസിനാണ് തൃശ്ശൂർ തിരുവമ്പാടിയും പാറമേക്കാവിൻ്റെയും. പണ്ട് കാലത്ത് കഴിച്ചാൽ പണി കഴിഞ്ഞ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ലോക്ക് ചെയ്ത് താക്കോല് ഒരെണ്ണം കളക്ടറേറ്റിലും ഒരെണ്ണം ദേവസ്വൻ്റെ കയ്യിലും ഉണ്ടാവുക. അത്ര സേഫായിട്ട് കൊണ്ടുവയ്ക്കുന്ന സാധനം കഴിഞ്ഞ കുറച്ച് കാലമായിട്ടാണ് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, സാമ്പിളിൻ്റെ സാധനങ്ങൾ അപ്പോൾ കൊണ്ടുവരണം. ഈ സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുണ്ടാവില്ല. പണി കഴിഞ്ഞ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് സേഫായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതൊരു 10 കൊല്ലമായിട്ടാണ് ഈ റൂള് മാറ്റിയിട്ടുള്ളത്.